ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ കുറേ ദിവസമായിട്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പം ഞാൻ ഇന്നൊരു ലഞ്ച് വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങാ ചോറും ബീഫ് കറിയാണ് കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു രീതിയിലാണ് കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ കുറേ പേര് ഇങ്ങനെ മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ എല്ലാട്ടും ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ നാട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ പണ്ട് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ നമ്മൾ പെരുന്നാളിനാണ് തേങ്ങാച്ചോറ് ഉണ്ടാക്കുന്നത്. ഇപ്പം ഈ പിന്നെ ബിരിയാണിയൊക്കെ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മൾ ആദ്യം ബിരിയാണി വെക്കും, പിന്നെ രണ്ടാം പെരുന്നാൾക്കും മൂന്നാം പെരുന്നാൾക്കും എന്തായാലും ഞങ്ങൾ ഈ തേങ്ങാച്ചോറ് ഉണ്ടാക്കും കേട്ടോ. അത് നിർബന്ധമാണ്, ഞങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് തേങ്ങാച്ചോറ്. അപ്പം ഞാനിന്ന് മട്ടരി കൊണ്ടാട്ടോ ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അത് ഞാനിവിടെ ഒരു 2 ഗ്ലാസ് അരി എടുത്തിട്ട് കഴുകിയിട്ട് ഞാനൊരു 5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് ഞാൻ 5 ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ നമ്മുടെ ചെറിയുള്ളി ഉണ്ടല്ലോ, അതൊരു 1/4 കിലോനൊക്കെ ഉണ്ടാവും. അത്രയും എടുത്തിട്ട് ഞാൻ ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് നടുക്ക് ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്, കനയില്ലാതെ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങയാണ്. തേങ്ങ ചുരണ്ടിയതൊരു 1/2 മുറി തേങ്ങയുണ്ട് കേട്ടോ. പിന്നെ ഉലുവ വേണേ. പിന്നെ വേണ്ടത് ഉപ്പാണ് കേട്ടോ. അപ്പം ഞാൻ കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ഞാനിപ്പം നമ്മുടെ അരിയും വെള്ളം ഉണ്ടല്ലോ കുക്കറിൽ ഒഴിച്ച് വെച്ചേക്കുന്നത്, അതിലേക്ക് ഞാനിപ്പം നമ്മൾ നന്നാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം പിന്നെ ഞാനിത് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉലുവയാണ് കേട്ടോ. ഒരു 2 സ്പൂണ് ഞാൻ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ഉലുവ വേണം കേട്ടോ നമുക്ക്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണേ. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ ഉപ്പൊക്കെ ഉണ്ടോ നോക്കണേ, അതുകൊണ്ടാണ്. ഉപ്പുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ഒരു 5 വിസിലൊക്കെ അടിച്ചോട്ടെ. ഇപ്പം അത് ഞാൻ എല്ലാം ഇപ്പം നമ്മുടെ തേങ്ങയും അതുപോലെ തന്നെ ഉലുവ പിന്നെ ഉപ്പ് ചെറിയുള്ളി എല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ഉപ്പൊക്കെ പാകത്തിന്. അപ്പം ഇത് ഒരു 2 വിസിൽ, ആദ്യത്തെ ഒരു വിസിൽ പിന്നെ ഹൈ ഫ്ലെയിമിലും രണ്ടാമത്തെ വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ തേങ്ങാച്ചോറിന് നമ്മൾ പള്ളിക്കറി ബീഫാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനല്ല കേട്ടോ, ഇക്കാണ് ഉണ്ടാക്കുന്നത്. ഞാനല്ല, ഇയാളാണ് ഉണ്ടാക്കുന്നത്, ഇന്ത്യക്ക. അപ്പോൾ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി അതുപോലെ പച്ചമുളക് കറിവേപ്പില കേട്ടോ. പിന്നെ സവാള അതുപോലെ തക്കാളി എല്ലാം കൂടെ അരിഞ്ഞത് ഇടുകയാണ് കുക്കറിൽ. പിന്നെ ഗ്രാമ്പു അല്ലല്ലോ, അത് എന്താണ്, ഏലക്ക. ഗ്രാമ്പു പട്ട ഏലക്ക കേട്ടോ, അതെല്ലാം ഇടുക. പട്ട പിന്നെ വലിയ ജീരകം. നമ്മൾ ഓൾറെഡി ബീഫ് കറി ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അല്ലേ? ആ പറ. മഞ്ഞൾപ്പൊടി പിന്നെ കാശ്മീരി ചില്ലിയാണ് കേട്ടോ. അതൊരു 3 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടിയാണ് കേട്ടോ. പിന്നെ ഉപ്പ് ആവശ്യത്തിന് കേട്ടോ. വിനാഗിരി ഒരു മുടി. അതെന്തിനാ? ബീഫൊന്ന് സോഫ്റ്റ് ആവാനോ? ഗരം മസാല കേട്ടോ. മസാല ഇടുക. വെളിച്ചെണ്ണ. മിക്സിങ്
മിക്സിങ് ചെയ്യാം മിക്സിങ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളിമുളക് പോലെ ആയിട്ടുണ്ട്. വേണമെങ്കിൽ തേങ്ങാച്ചോറ് ഉള്ളിമുളക് കഴിക്കാം, ബീഫാണെങ്കിൽ ബീഫ് ഇടാം. അങ്ങനെ ചേർത്ത് ഇത് നല്ലപോലെ ബീഫും മസാലയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. വെള്ളം ഒഴിക്കണ്ട അല്ലേ, വെള്ളം ഉണ്ടാവും. അപ്പോൾ ഒരു 5 വിസിൽ കേട്ടോ. അതൊരു 5 വിസിലാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ അതേ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. 2 വിസിൽ വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കട്ടോ. നമ്മുടെ ഇത് എന്താ പറയുക, തേങ്ങാച്ചോറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്തായിട്ടുണ്ടെന്നേ. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇങ്ങനെയാണ്, ഒക്കെ വറ്റിയിട്ടുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി ചോറൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു കയ്യിൽ ഫോണ്, പിന്നെ എനിക്കിത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ട, ഞാൻ മിക്സ് ചെയ്ത് തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇറച്ചിക്കറി, നമ്മുടെ ബീഫ് കറി അടിപൊളി സെറ്റായിട്ടുണ്ട് അല്ലേ. ഇനി ഒന്നുമില്ല അല്ലേ, ഉപ്പുണ്ടോ നോക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറച്ച് ഇതിത്തെ വെള്ളം വറ്റിച്ചെടുക്കേ. അപ്പോൾ കുറച്ച് വെള്ളം വറ്റി വരട്ടെ. നമ്മുടെ ബീഫ് കുറച്ച് വെള്ളം കൂടുതൽ, നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും വെള്ളം ഉണ്ട് കേട്ടോ. കുറച്ചൊന്ന് വറ്റിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് കറി വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളില്ലേ വെള്ളക്കാന്താരി ഇട്ടിട്ടോ സലാഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ തേങ്ങാച്ചോർക്ക്. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാച്ചോറ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്, ഒന്ന് ചൂട് പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കുറച്ച് ബീഫ് കറിയും പിന്നെ സലാഡും പിന്നെ പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ കോമ്പിനേഷന്. അപ്പം അതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ചൂട് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മുടെ തേങ്ങാച്ചോറ് ഈ രീതിയിൽ ഉണ്ടാക്കാൻ അറിയാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക, എന്നാൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങാച്ചോറ് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട്. ഞങ്ങൾ പണ്ട് പെരുന്നാളിനൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, ഉണ്ടാക്കിയിട്ടാണ്. ഇപ്പോഴും കഴിക്കാറുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.